സൈഡില് കേക്ക് മുറിച്ച് എനിക്ക് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ ആളെ ഞാനോ വയ്യ സൈഡില് പടച്ചിട്ട് വേഗം പോയി കിടക്കാന്ന് വെച്ചു. മനീഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നൈറ്റ് ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കണമെന്നൊക്കെ. എപ്പോഴും വീട്ടിലായിരിക്കും, ഇപ്രാവശ്യം ഇവിടെ ആയതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ സർപ്രൈസ് കൊടുത്തത്. ഹാപ്പിയാണോ? ഓക്കെ, എന്തായാലും കരയണ്ട കുഴപ്പമില്ല, കരയണ്ട. ബൈ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് തുലാം 1 അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് അമ്പലങ്ങളിലേക്കൊക്കെ പോയി കുറച്ച് പ്ലസൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇന്ന് എനിക്ക് അനുഭവപ്പെട്ട് നിങ്ങളോട് പറയാനായിട്ടുണ്ടെങ്കിൽ, നമ്മൾ അമ്പലത്തിൽ വരുമ്പോൾ നമുക്ക് പ്രസാദം കിട്ടുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1-ാം തീയതി കൈനീട്ടം പോയാലും നമുക്കൊരു എല്ലാവർക്കും കൊടുക്കും, നമുക്കൊരു കോയിനും കൂടെ കിട്ടും. അപ്പോൾ അത് കിട്ടിയപ്പോൾ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് തോന്നി. എല്ലാ സ്ഥലത്തും എല്ലാ അമ്പലത്തിലും കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരുവിധം അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്കത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് പറയട്ടോ. അങ്ങനെ നമ്മുടെ അമ്പല ദർശനമെല്ലാം കഴിഞ്ഞ് നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ രാവിലെ കഞ്ഞിയും ഒരു കറിയും കിട്ടിയത്. മറ്റേ കറി ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ കഞ്ഞിയും കറിയും എല്ലാം കുടിച്ച് നമ്മൾ കൈയും കാലമൊക്കെ കഴുകി ഇനി എവിടേക്കാണ് പോകുന്നത്? നമ്മൾ ഇന്നോട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ലുലുവിൽ പോയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമുക്കിനി അവിടേക്ക് പോവാം. ഓക്കെ, ഇതെന്തുവാ? കിവിയും സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സും എടുത്തു. ഇനി ഓട്സും എന്തോലും ഒന്നുകൂടെ കുറച്ചുകൂടെ സാധനങ്ങൾ നോക്കാല്ലേ. അങ്ങനെ നമ്മൾ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും സീഡ്സും നട്ട്സും അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളിനി മുകളിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് നേരത്തെ, അതായത് രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നു അധികം ആൾക്കാരില്ല. പൊതുവേ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. രാവിലെ വന്നുകൊണ്ട് അത്ര തിരക്കില്ലായിരുന്നു. നമ്മുടെ അടുത്ത മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വീട് നന്നായിട്ട് ഇങ്ങനെ സ്മെല്ലായിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് മേടിക്കാൻ എനിക്ക് ഭക്തി സാന്ദ്രമായിട്ട് കത്തിക്കാൻ ചന്ദനത്തിരിന്റെ ഭസ്മത്തിന്റെ സ്മെല്ലുള്ള ചന്ദനത്തിരി വേണം എനിക്ക്. അതുകൊണ്ട് നീ തിരക്കുന്ന സാധനം സാമ്പ്രാണി ഇതൊന്നും എടുത്തരോ? എനിക്ക് ഭസ്മത്തിന്റെ മണമുള്ള ചന്ദനത്തിരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ അന്വേഷിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ അത് ഏതാണെന്നൊന്ന് എനിക്ക് പറഞ്ഞു തരണേ. ഇതുണ്ടല്ലോ, ഞാൻ പണ്ടൊരു കല്യാണത്തിന് പോയപ്പോ അവിടെ നിന്ന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് തരില്ലേ, അങ്ങനെ വന്നപ്പോ ഈ കളറായിരുന്നു അതിന്. അതേ ഫ്രാഗ്രൻസ് ആണോ നമുക്ക് നോക്കാം. അതന്നെ ഞാൻ കുറെ അന്വേഷിച്ച് നടന്നതേക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതെന്തായാലും എടുക്കാം. ഓ, ഇതെന്തത്? ഐ ആം എ കാൻഡിൽ അഡിക്റ്റ്. മോയ്സ്ചറൈസർ വേണം, മറന്നുപോയി ഞാൻ. മോയ്സ്ചറൈസർ മതി, വലുത് കാണാനില്ലേ ഇവിടെ, ചെറുത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡയറ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേഗം ബില്ലെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് ഒരു എയർ ഫ്രയർ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ വേഗം ബിൽ ചെയ്യാനായിട്ട് കൊടുത്തു. അങ്ങനെ ബില്ല് ചെയ്തിട്ട് നമുക്ക് എയർ ഫ്രയർ നോക്കാൻ പോകാം. ഓക്കെ, നമുക്ക് എയർ ഫ്രയർ കൂടെ നോക്കിയിട്ട് പോയാലോ? എനിക്ക് എന്തായാലും എയർ ഫ്രയർ ഞാൻ വിഷുവിന് മുമ്പ് സ്വന്തമായി മേടിച്ചിരിക്കും. സോ നമ്മളിപ്പോഴേ വന്ന് നോക്കണം. ബാ നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ അപ്പുറത്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ആ കവർ ഒന്ന് പിൻ ചെയ്ത് തന്നു. ദെൻ നമ്മൾ ലുലു കണക്റ്റിൽ തന്നെ വന്നിട്ട് കുറച്ച് എയർ ഫ്രയേഴ്സ് മേടിക്കണം എന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ട് പോകുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം വിഷുവിന് മേടിക്കാൻ വിളിച്ചത്. പിന്നെയാണ് വിഷു ഒരുപാട് ദൂരെയാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ കുറേ എയർ ഫ്രയേഴ്സ് നോക്കി. അതിൽ 2-3 നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഓഫർ നടക്കുന്നുണ്ട്. ക്രിസ്മസ് ആകുമ്പോഴേക്കും ഈ വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ മേടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് വന്ന് നോക്കിയതുള്ളൂ. അങ്ങനെ നമുക്ക് 2-3 ഇഷ്ടമായിട്ടുണ്ട്. വിഷു പ്രമാണിച്ച് മേടിക്കുന്നുള്ളൂ. എന്താണ് വിഷു?
വിഷുവിന് അടുത്ത വർഷല്ലേ, ഏപ്രിൽ. അപ്പൊ ക്രിസ്മസിന് മേടിക്കാം. ഓക്കെ, ക്രിസ്മസ് അടുത്ത മാസം. അതൊക്കെയറിയാം. ഞാൻ എന്തിനു വിഷു വിചാരിച്ച എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞ. ക്രിസ്മസിന് മേടിക്കപ്പ എന്തായാലും മേടിക്കും. ബർഗർ ഹെൽത്തിയാ, കുഴപ്പമില്ല. ബർഗറില് ഈ സാധനങ്ങളെ കവറിൽ മേടിച്ചത് എന്തിനാ? ഞാൻ പറയട്ടെ, ബർഗറില് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന്. ചേട്ടാ, ബെന്ന്, ലെറ്റ്യൂസ്, വെജീസ്, പാറ്റി, എന്തൊരു ഹെൽത്തിയാ. എണ്ണയില് മുക്കി പൊരിച്ച ചിക്കൻ ഉണ്ട്. ഒരെണ്ണം തന്നണ്ട, ഇത്ര സാധനം മേടിച്ചത് ഡയറ്റ്. അതില് ലെറ്റ്യൂസ് ഒക്കെ ഉണ്ട്. ലെറ്റ്യൂസ് സെപ്പറേറ്റ് മേടിച്ചത് 69. ഇതാണ് ഡയറ്റ് ചെയ്യുമ്പോൾ കൊറേ സാധനം എന്താ കവറ് നിറയെ സാധനവും മേടിച്ചു വന്നിട്ട് ഇപ്പൊ പറയുന്നത് ഈ മനീഷാണ് 69 രൂപയുടെ ബർഗർ എന്നെ പ്രലോഭിപ്പിക്കാനായിട്ട് വന്നോളൂ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് ബർഗർ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ അത്രയുള്ളൊരു ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടാറ്റാ, ബൈ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എൻ്റെ കുറച്ച് ഒരു നെയിൽ എക്സ്റ്റൻഷൻ്റെ കളക്ഷൻസും അതെങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഞാനിത് മേടിച്ചിട്ടുള്ളത് അപ്പോൾ മീഷോയിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. ഞാൻ മീഷോ ചൂസ് ചെയ്യാൻ എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെ ഇത് യൂസ് ചെയ്യാം എന്നുള്ളത്. ഇതുപോലുള്ള പാക്കറ്റ്സിലായിട്ടാണ് ഇത് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പാക്കറ്റിലും ഇതുപോലുള്ള ഒരു നെയിൽ സെറ്റ്, ചിലതിൽ 24 ആയിരിക്കും, ചിലതിൽ 10, 12 അങ്ങനെ പല നമ്പർ ആയിരിക്കും. നമ്മളത് നോക്കി വേണം മേടിക്കാൻ. ഇത് ഇപ്പോൾ 12 ആണെന്ന് തോന്നുന്നു നമ്പർ ഉള്ളത്. അത് അപ്പം ഇതുണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ വൈപ്സ് ഉണ്ടായിരിക്കും, ഇതുപോലൊരു സംഭവം, ഫൈലറും. ഇതൊക്കെ ഓരോ പാക്കറ്റിലും ഇതുപോലുള്ള ഓരോ ഷീറ്റ് ഗ്ലൂസ് നമുക്ക് കിട്ടുന്നതാണ്. ഇത് പോരെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഒരു നെയിൽ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കറ്റിനകത്ത് വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇത് നെയിൽസിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ടൂൾ എടുത്തിട്ട് നമ്മുടെ നെയിൽസിന്റെ ക്യൂട്ടിക്കിൾസ് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നല്ലോണം ബാക്കിലേക്ക് പുഷ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവൻതോ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ലോണം ബാക്കിലേക്ക് പുഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂട്ടിക്കിൾ കട്ടറാണ്. ഇത് നമുക്ക് ഇതിലൂടെ വരില്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എൻ്റെ ഉണ്ടായിരുന്നതാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ ഇവിടെയുള്ള ഡെഡ് സ്കിൻ എല്ലാം നമ്മൾ ഇത് വെച്ച് റിമൂവ് ചെയ്യണം. ഇതേപോലെ കാണാം. എങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലത്തെ ഡെഡ് സ്കിൻ എല്ലാം പോരും. അങ്ങനെ എല്ലാ വിരലും നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. നമ്മൾ പുഷ് ചെയ്തതിന് ശേഷം താഴെ വരുന്ന ഡെഡ് സ്കിൻ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യൂ, അല്ലെങ്കിൽ കൈ മുറിയും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ആൽക്കഹോൾ വൈപ്സ് വെച്ചിട്ട് നമ്മുടെ നെയിൽസ് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫൈലർ വെച്ചിട്ട് നമ്മുടെ നെയിൽസിന്റെ മേൽഭാഗത്ത് നൈസിനെ ഇങ്ങനെ ഫൈൽ ചെയ്ത് കൊടുക്കണം. അതായത് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മൾ ഈ ഒട്ടിക്കുന്ന ഗ്ലൂ നല്ലപോലെ അതിൽ പിടിച്ചിരിക്കത്തുള്ളൂ. ഇതുപോലെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്പ് ഗ്ലൂ ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഒന്നാമത്തത് നമ്മൾ ഈ നെയിൽസ് ഓർഡർ ചെയ്യുമ്പോൾ അതിന്റെ പാക്കറ്റിൽ വരുന്ന ഗ്ലൂ, അത് ഇങ്ങനത്തെ ഗ്ലൂ നമുക്ക് റിമൂവ് ചെയ്യാനും ഈസിയാണ്. ഇത് ഒരു 1 ഡേ ഒക്കെ ലാസ്റ്റ് ചെയ്യാം. നമുക്ക് തൽക്കാലം ഒരു ഫംഗ്ഷന് വേണ്ടി ഒരു ദിവസത്തേക്ക് മാത്രം യൂസ് ചെയ്യണമെങ്കിൽ ഈ ഗ്ലൂ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്ലൂ കിട്ടും, നമുക്ക് ഒരു 1 വീക്ക് അതിൽ കൂടുതൽ, ഇത് കുറെ ദിവസം നിൽക്കും. അതിനാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതല്ല നമുക്ക് ജസ്റ്റ് ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രമാണ് നമ്മൾ നെയിൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂ വെച്ച് യൂസ് ചെയ്താൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഒരെണ്ണം ഈ ഗ്ലൂ വെച്ചിട്ടും ബാക്കിയുള്ളത് ഞാൻ മറ്റേ ഗ്ലൂ വെച്ചിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഗ്ലൂ എടുത്തിട്ട് നമ്മുടെ നെയിലിന്റെ സൈസിനുള്ള ഗ്ലൂ ഇതിലേതാന്നുള്ളത് ഇതേപോലെ നോക്കണം. അതിനുശേഷം ഈ സെക്കൻഡ് വണ്ണാണ് എൻ്റെ ഈ വിരലിന് അളവായിട്ട് വന്നിട്ടുള്ളത്. സോ ഞാൻ അത് എടുത്തിട്ട് ഇതുപോലെ ഈ നെയിലിൽ അപ്ലൈ ചെയ്യണം. ഇതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുകളിൽ വരുന്ന സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം
നമ്മുടെ ഈ വിരലിന്റെ അളവിനുള്ള നെയിൽസ് നമ്മൾ നോക്കി വെക്കണം. ഇതാണ് ഇപ്പൊ ഈ വിരലിന്റെ അളവിനുള്ള നെയിൽസ്. ദെൻ ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവിടെ ഇരുന്നു കണ്ടോ. ഒരു ദിവസമൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. എന്തായാലും 2 ദിവസമായാലും ഓക്കെ ആണ്. നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി. അപ്പൊ ഇത് നല്ലതുപോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഈ നെയിൽസ് നമുക്ക് റിമൂവ് ചെയ്യാനും ഈസിയാണ്. ജസ്റ്റ് ഈ ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ആക്കിയാൽ മതി. നമുക്കത് റിമൂവ് ആയി കിട്ടും. ക്ലീൻ. നമ്മൾ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്ത പോലെ തന്നെയാണ് വരുന്നത്. ഒരു ഡാമേജ് വരുന്നില്ല. നമുക്കിത് എടുത്ത് വെച്ചിട്ട് റീയൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ദെൻ ഈ ഗ്ലൂ നമ്മൾ ഇതേപോലെ എടുത്ത് കളഞ്ഞ ഓക്കെ, ക്ലീൻ. അത്രേ ഉള്ളൂ. നമുക്ക് ഒറ്റ ദിവസത്തെ പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്കിത് എന്തായാലും ട്രൈ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് കുറച്ചൊന്നും അധികം നാള് ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈപ്പ് ഗ്ലൂ യൂസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടെ നല്ലത്. അതല്ല ഗ്ലൂ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സെയിം സ്റ്റെപ്പ് തന്നെ. ഫസ്റ്റത്തെ ഒന്നുമില്ല, നമ്മൾ ഈ നെയിൽ ഇങ്ങനെ ഫൈൽ ചെയ്ത് എടുക്കണം, സ്ക്രാച്ച് ചെയ്ത് എടുക്കണം മേൽഭാഗം. ഓക്കെ, ചെറുതായിട്ടല്ല, നല്ലപോലെ തന്നെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ അളവിനുള്ള നെയിൽസ് എല്ലാം ആദ്യമേ സെലക്ട് ചെയ്ത് വെക്കണം. ഈ ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഈ വിരലിന്റെ അളവിനുള്ള നെയിൽസ് ചൂസ് ചെയ്ത് വെക്കണം. അങ്ങനെ എല്ലാ വിരലിന്റെ അളവിനുള്ള നെയിൽസ് ചൂസ് ചെയ്ത് ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ഈ ഗ്ലൂ ഓപ്പൺ ചെയ്യും. ഇതൊരു ഫെവിക്വിക് ടൈപ്പ് ഓഫ് ഒരു ഗ്ലൂ ആണ്, പക്ഷെ ഇത് നെയിൽസിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ നെയിൽസിൽ ഇങ്ങനെ ഒന്ന് ഈവൺ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഇപ്പൊ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ദെൻ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന നെയിൽസ്. അത് നമ്മളുടെ ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു 2-3 സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഊതിയും കൊടുക്കാം. അപ്പൊ അത് സ്റ്റിക്കായി. ഇത് അധികം ലെങ്ത് വരാത്ത ടൈപ്പാണ്. ഇതിൽ നമുക്ക് പല ടൈപ്പും കിട്ടും. നല്ല ലെങ്ത് ഉള്ളത് കിട്ടും, ലെങ്ത് കുറഞ്ഞത്, മീഡിയം സൈസ് എല്ലാം കിട്ടും. ലെങ്ത് ഉള്ളത് മേടിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മീഡിയം സൈസ് ആക്കി എടുക്കാം. ലെങ്ത് ഉള്ള ടൈപ്പിലാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക്. ഷേപ്സും കിട്ടും. ഇതിപ്പോ ഒരു എന്താ പറയാ, ഓവൽ ഷേപ്പ് ടൈപ്പ് ഓഫ് നെയിലാണ് ഞാൻ ഇപ്പൊ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതേ ടൈപ്പ് ഓഫ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കൈ മുഴുവനും ഒട്ടിക്കാം. ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ എന്റെ ഒരു കുറച്ച് നെയിൽസിന്റെ കളക്ഷൻസിന്റെ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് വരും. എന്നിട്ട് ഇതിൽ ഇഷ്ടപ്പെട്ടത് നമ്പേഴ്സോ നിങ്ങൾ കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക്സ് കൊടുക്കാം. നിങ്ങൾ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, ചെറിയ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ 2 കൈയിലും എൻ്റെ നെയിൽസ് അപ്ലൈ ചെയ്ത ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങളും ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യൂ. ഇതുവരെ നിങ്ങൾ നെയിൽസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പിൽ ചേഞ്ച് വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതായിട്ട് പോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനും ഒന്ന് ചെറുതായിട്ട് എല്ലാത്തിലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതേപോലത്തെ നെയിൽസ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. ഒരു 10 മിനിറ്റ്സിൽ കുറവേ എടുക്കുള്ളൂ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വരാനായിട്ട്. നമുക്കൊരു ഫുൾ ഡേ നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമ്മുടെ ഹാൻഡ്സ് ഒക്കെ ആണ് എന്തൊരു ഭംഗിയായിരുന്നു ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം. നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒരു 2000 ഓർ അതിന് അബോവ് കൊടുത്ത് ചെയ്യുന്നേക്കാളും നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 200 റുപ്പീസിനൊക്കെ താഴെ വരുന്നുള്ളൂ ഓരോന്നും. അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ബൈ. ഹലോ, പിന്നെ നെക്സ്റ്റ് ഡേ, അതായത് 12 മണിക്കാണല്ലോ നമ്മൾ കേക്ക് മുറിച്ചിരുന്നല്ലേ. അപ്പൊ ഇന്ന്
ഇനി നമ്മൾക്ക് ചെറിയതായിട്ട് അമ്മ പറഞ്ഞ് ബിരിയാണി വെക്കാം, കുറച്ച് പായസം വെക്കാം, അങ്ങനെ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. ഇന്നലത്തെ കേക്ക് കട്ടിങ് മനീഷിന് നല്ല ഇഷ്ടമായിട്ടില്ലേ, പക്ഷെ അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നോണ്ടാ തോന്നുന്നു ഒരു ഉറക്കപ്പിച്ചയിലായിരുന്നു അത്. പക്ഷെ അവന് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കേക്ക് സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അതിലെനിക്ക് ഹാപ്പിയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ. മേടിച്ചതിനകത്ത് കുറച്ച് പടക്കം ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നത് കത്തിച്ച് തീർക്കാം, അല്ലേ മനീഷേ? നല്ല സുഖം. എവിടെ പൊട്ടിയേ? അവിടെ വരെ എത്തിയില്ലേ? എന്നാ നീ പൊട്ടിക്ക്. എന്റെ അടുത്തേക്ക് അറിയരുത് കേട്ടാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പടക്കം പൊട്ടിക്കൽ പരിപാടി അവസാനിച്ചിരിക്കുന്നു. ലാസ്റ്റ് നമ്മളെല്ലാം കൂടെ കൂട്ടി വെച്ച സാധനം കത്തിയില്ല, അലമ്പായി പോയി. രാത്രി ഇനി പറ്റുവാണെങ്കിൽ വേറെ മേടിച്ച് പൊട്ടിച്ച് സംതൃപ്തി അണയാം അല്ലേ? ഓക്കെ. ഇനി നമുക്ക് അമ്മാവ ബിരിയാണി ആക്കുന്നു, അത് കഴിക്കാം. അല്ല, ബിരിയാണി ചോറ് വെച്ചില്ല, ചിക്കൻ ഏതാണ്ടായിട്ടുണ്ട്. വല്ല കണ്ടാ? ഇല്ല, ചിക്കൻ ഏതാണ്ടായി. ഇനി ചോറും വെക്കണം. മനീഷിന്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് പായസവും വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഏത് പായസം വെക്കുന്നത് അറിയോ? എനിക്കും അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഓക്കെ. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ എവരിഡേ ഈസി മേക്കപ്പ് ലുക്കാണ്. ഭയങ്കര മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ബേസിക് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക്. ഓക്കെ. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. അത് ഞാൻ എപ്പോഴും കാണിക്കുന്നത് പോലെ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ്. എൻ്റെ ഒരു ഓയിലി ടൈപ്പ് സ്കിൻ ആയതുകൊണ്ട് ഞാൻ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കത് അപ്ലൈ ചെയ്യാം. ഈ മുടി ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, അതിനൊന്ന് സൈഡാക്കാം നമുക്ക്.
ഇതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അബ്സോർബ് ആവാനുള്ളൊരു ടൈം വിടാം. ഇതിന് സത്യം പറഞ്ഞ മേക്കപ്പ് ലുക്ക് എന്ന് പറയുമോന്ന് തന്നെ എനിക്കിപ്പോ ഒരു ഡൗട്ട്. കാരണം ഇതിൽ ഞാൻ പറയട്ടെ, ഇത് എവറിഡേ മേക്കപ്പ് ലുക്കാണ്. അപ്പൊ ഞാനിതിൽ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കില്ല. ഞാൻ അല്ലെങ്കിലും ഫൗണ്ടേഷൻ അങ്ങനെ ഉപയോഗിക്കുന്ന ആളല്ല, BB ക്രീമാണ് എന്തെങ്കിലും ഷൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കുക. സോ ഇന്നത്തെ ഇതിൽ അപ്പൊ ആരും ഫൗണ്ടേഷനും BB ക്രീമും പ്രതീക്ഷിക്കരുത്. നമ്മൾ ജസ്റ്റ് പുറത്തു പോവോ, ചിലപ്പോ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടും, അതൊക്കെ എടുക്കുമായിരിക്കും. അതല്ലാതെ ഉള്ള ഫോട്ടോഷൂട്ട് ടൈപ്പ് ഓഫ് ഐറ്റംസിനാണ് ഞാൻ അധികവും ഫൗണ്ടേഷൻ, BB ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാനിപ്പോ കറന്റ് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത് ഡെർമാക്കോന്റെ 1% ഹൈലറോണിക് സൺസ്ക്രീൻ അക്വാ ജെൽ. എന്റെ ഓയിലി സ്കിൻ ആണ്, അപ്പോ ഓയിലി സ്കിൻ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം. എനിക്ക് ഇത്, അതായത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചു. അതിൽ നമ്മുടെ റഷ് വ്ളോഗ്സില്ലേ, അതിൽ ആ ചേച്ചിയാണ് എനിക്ക് ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പൊ ഞാൻ മേടിച്ച് ഒന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ലോണം വർക്കായിട്ടോ. നിങ്ങളുടെയും ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഇപ്പോഴും ലിപ് ബാം അപ്ലൈ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് ഡീകൺസ്ട്രക്റ്റിന്റെ ലിപ് ബ്രൈറ്റനിങ് ലിപ് ബാം ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ എനിക്ക് പ്രോപ്പർ ഒരു റിവ്യൂ പറയാൻ അത്രയും ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല. 1 വീക്കായി ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലെനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറയാനൊന്നും ഇല്ല, കുഴപ്പമില്ല. ഹൈഡ്രേറ്റിംഗ് ആണ്, പക്ഷെ ഇതില് ബ്രൈറ്റനിങ് ലിപ് ബാം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്കൊരു 1 മന്തെങ്കിലും യൂസ് ചെയ്യാണ്ട് ഇതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പോൺസിന്റെ തന്നെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ ആണ്. ഇതെന്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവരും ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഒരുവിധപ്പെട്ട പോൺസിന്റെ പ്രൊഡക്ട്സ് ഒക്കെ സ്കിന്നിന് ഒരു പ്രശ്നവും ഇല്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം. ഞാൻ ഇതിങ്ങനെ ആട്ടോ യൂസ് ചെയ്യും, ഇങ്ങനെ. അപ്പൊ അതാ ഇതിലേക്ക് ഫോക്കസ് ചെയ്യും. ഇതിലേക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് വരും. മാൾസിന്റെ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ 4 ബ്രഷ് വരുന്ന ടൈപ്പിൽ ആ ബ്രഷ്. ഓൾറെഡി പൊടി അലർജിയാണ്, അഡ്ജസ്റ്റ് ചെയ്യും. കണ്ണിന്റെ അവിടെ കുറച്ചുകൂടി ഇടാം, എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അതുകൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് ഐഷാഡോ. ഞാനത് വിരൽ വെച്ച് ഉപയോഗിക്കുക. അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളും പെട്ടെന്ന് തീരും. ഞാനതാ ഈ ഒരു ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഷെയ്ഡിന്റെ പേര് കൊക്കോ. ഉള്ളത് ഫുള്ള് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അതിന് ശേഷം എപ്പോഴും ഇല്ല, ചില സമയത്ത് മാത്രം ഒരു ഈ ഷെയ്ഡിന്റെ പേര് കാണാനില്ല, ഈ ഷെയ്ഡ് എടുത്തിട്ട് നിങ്ങളുടെ ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്തിട്ട് മുകളിൽ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യും. ചെറുതായിട്ട് ഒരു ഗ്ലിറ്ററി എഫക്റ്റ് വരും. എപ്പോഴും ചെയ്യില്ല, വല്ലപ്പോഴും മാത്രം. ഓക്കെ, ദെൻ അടുത്തത് ഒരു ഷിമറി ഷെയ്ഡ് തന്നെ, ഏതെങ്കിലും ഒരു ഷിമർ, ഇന്ന ഷെയ്ഡൊന്നുമില്ല, കുറച്ചെടുത്തിട്ട് ഞാൻ ഈ കണ്ണിന്റെ ഇന്നർ കോർണറിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യും. ഏതെടുത്തപ്പോ കിട്ടാൻ തോന്നും. അപ്പൊ നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ ഇരിക്കും. കണ്ണ് അത്ര വിടർന്നിരിക്കാത്ത, അതായത് പനിയൊക്കെ ഉള്ള അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ഞാൻ ഇതേ ഐഷാഡോ കുറച്ചെടുത്തിട്ട് കണ്ണിന്റെ അടിയിൽ ഇന്നിങ്ങനെ അപ്ലൈ ചെയ്യും. ഉള്ളിലല്ല, കണ്ണിന്റെ താഴെ, ഉള്ളിൽ അല്ല. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ഐലൈനർ എഴുതുകയാണ് ചെയ്യാറ്. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഉണ്ടായിരുന്നു, ഇത് തീർന്നു. പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതായിരുന്നു, നല്ല ബ്ലാക്ക് കളർ. ഇതിനാണ് നല്ലൊരു ഇതുണ്ടായിരുന്നത്. ഇപ്പൊ ഇത് തീർന്നോണ്ട് ഇത് ഉപയോഗിക്കുന്നു. ഡെയിലി ഉപയോഗിച്ച് തീർത്തേ പറ്റുള്ളൂ. യെസ്, കാശ് കൊടുത്ത് മേടിച്ചു പോയില്ലേ. അപ്പൊ നമുക്ക് ഇത് എഴുതാം. എനിക്ക് ശരിക്കും ക്യാമറ നോക്കി എഴുതാനായിട്ട് പറ്റില്ല.
എന്നാൽ ഞാൻ ട്രൈ ചെയ്യാം. പറ്റില്ലെങ്കിൽ ഞാൻ മിററിൽ പോയി നോക്കി എഴുതും. ഓക്കെ. പറ്റണില്ല. മിററിൽ നോക്കി എഴുതിയിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ കണ്ണ് എഴുതിയിട്ട് വന്നു. അടുത്തതായിട്ട് നമുക്ക് മസ്കാര ഇടാം. ഞാൻ അതിന് മാർസിന്റെ ഡബിൾ ട്രബിൾ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് കുറച്ച് പേര് ക്ലംസി ആണെന്ന് പറഞ്ഞിട്ട് ഒരു റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിക്കാണ്ട് ഇങ്ങനെ ക്ലംസി കുളമാവോ പിന്നെ മേടിക്കണോ ഇങ്ങനെ വെച്ച് മാറ്റി വെച്ചിരുന്നതാണ്. പിന്നെ ഞാൻ രണ്ടും ധൈര്യം സംഭരിച്ച് ഞാൻ ഇത് മേടിച്ചു. അതെന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നി. കാരണം ഇത് ക്ലംസി ആവുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ നമ്മള് ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ക്ലംസി ആവും. പക്ഷെ അപ്പൊ നമ്മൾ ഈ രണ്ട് വാണ്ടും യൂസ് ചെയ്യാതെ ഈ ഫസ്റ്റത്തെ മാത്രം യൂസ് ചെയ്യുന്ന ക്ലംസിനെസ് ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റ് കുറയുമ്പോൾ നമുക്ക് രണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഓക്കെ ആവും, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. യൂസ് ചെയ്ത പ്രൊഡക്റ്റ് കുറച്ച് കുറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് രണ്ട് യൂസ് ചെയ്താൽ നമുക്ക് ഒരു ഫേക്ക് ലാഷസ് വെച്ചിട്ടുള്ളത് പോലത്തെ ഒരു വിടർന്ന ഐലാഷ് കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു കണ്ണിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റും. ഇത് ലെങ്തനിങ്ങും ഈ സെക്കൻഡ് വാണ്ട് വരുന്നത് വോളിയവും ആണ്. അപ്പൊ ലെങ്തനിങ് ആദ്യം ചെയ്യാം. ഓക്കെ. ഇനി എനിക്ക് റെഡി ആയിട്ട് ഫീൽ ചെയ്യണില്ല. മിററിൽ പോയി ഒന്നുകൂടെ നോക്കേണ്ടി വരും. ബട്ട് നമുക്ക് ഈ വോളിയം കൂടെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. ഡിഫറൻസ് അറിയുന്നുണ്ടോ ഇതിനകത്ത്? ഇതാണ് ഡിഫറൻസ്. ഒക്കെ ഞാൻ ഇപ്പഴത്തെ കണ്ണിലൂടെ അപ്ലൈ ചെയ്തിട്ട് വരാം. യെസ്. അങ്ങനെ നമ്മൾ മസ്കാര ഇട്ടു. മസ്കാര ഇട്ട് കഴിയുമ്പോൾ തന്നെ കണ്ണിങ്ങനെ കുറച്ചും കൂടെ എനിക്കിഷ്ടം മസ്കാര ഇടാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോ ഇതിന്റെ പേരൊക്കെ മാഞ്ഞു പോയല്ലോ. ലാക്മിയുടെ ന്യൂഡ് മിത്ത് എന്ന് പറഞ്ഞ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഞാനിത് ഭയങ്കര എക്സ്പെക്ടേഷനോട് കൂടിയൊക്കെ മേടിച്ചതാണ്. പക്ഷെ എനിക്കിത് വാഷ് ഔട്ട് ആയി പോവുകയാണ്. സോ ഞാനിത് ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. നല്ല ചുമന്നിരിക്കട്ടെ. ചുമന്നിരിക്കുന്നത് പിങ്ക് കളറിലെ. ഓക്കെ. ഇതാണ് എന്റെ ബ്ലഷ് അപ്ലൈ. ഇതിനകത്ത് അത്രയും കാണുന്നില്ല, പക്ഷെ നേരിട്ട് കുറച്ചും കൂടെ കളർ ഉണ്ട് കേട്ടോ. ഓക്കെ. അടുത്തായിട്ട് നമ്മൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മളൊരു പ്ലമ്മിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഷെയ്ഡ് കോക്ക മോക്കി. ഓക്കെ. ആൻഡ് ദിസ് ഈസ് മൈ ഫേവറേറ്റ് പാർട്ട്. പൊട്ട് വയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരെയുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ഒന്ന് അഴിച്ചിടാം. ഓക്കെ. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. എൻ്റെ ഒരു ഡെയിലി മേക്കപ്പ് ലുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. ബേസിക് സ്കിൻ കെയർ, അതിനുശേഷം നമ്മൾ മറ്റേ പോൺസിന്റെ ആ ഒരു ഇത് യൂസ് ചെയ്യും. കണ്ണെഴുതും, മസ്കാര ഇടും, ലിപ്സ്റ്റിക് ഇടും, ബ്ലഷ് ഇടും. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഓക്കെ. അപ്പോൾ ഓഫീസിലേക്കും കോളേജിലേക്കും പോകണവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ പെട്ടെന്ന് ചെയ്തു പോകുമ്പോൾ നമുക്ക് എല്ലാതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് പോകാം. അതല്ല നിങ്ങൾക്ക് ഇനി ഫൗണ്ടേഷൻ കിട്ടി പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെയാവാം. ഞാൻ പറയുന്നത് കേൾക്കണമെന്നില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ദിസ് ഇസ് മൈ എവറിഡേ മേക്കപ്പ് ലുക്ക്. ഓക്കെ. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഡു വാച്ച്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വേഗം വരാം. ബൈ.
ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് മനീഷാണ് എന്റെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി മനീഷ് വീഡിയോ നോക്കി പഠിച്ചിട്ടാണ് വന്നേക്കുന്നത് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തോ ആദ്യം ഇടാൻ പോകുന്നത്? ഇതെന്തോന്ന്? ആ ശരി. എന്നോടാണ് ചോദിക്കുന്നത്. നീ ഒന്നും പറയില്ല. നീ ഇടണോ? അല്ല ഒന്നും പറയില്ല കേട്ടാ ഞാൻ. കേട്ടാ? പെയിന്റ് അടിക്കുന്നു. മീശ വരയ്ക്കുന്ന അവസാനം. ഇനി എന്തോ ഇടുന്ന ഇതാണോ ഇടുന്ന? അതെന്തുവാ വായിക്ക്? ഞാൻ പറയില്ല. കോൺസെൻട്രേഷൻ ചെയ്താ ഇടുന്നത്. എന്തിനാ ഇടുന്ന? വെറുതെ വാരി തേക്കുവാണ്. പറ, എന്തിനായിരിക്കും? ഒരു ഉദ്ദേശം പറ. സ്കിൻ നല്ലതാണ്. ഉദ്ദേശം ഊഹം പറ. നിന്റെ ഉറക്കെ പറ. കഴിഞ്ഞ ഇനി എന്തായിരുന്നു പഠിച്ചല്ലേ? ഇത് ഉണങ്ങണ? എന്താ നിന്റെ അഭിപ്രായം? എന്താ ഉണങ്ങട്ടെ? ഓക്കെ. എന്തിനിടുന്ന? നിനക്ക് കിട്ടിയത് മുഴുവൻ മാറ്റി ഇടാണ്. എന്തിനിടുന്ന പറ. നീ വീഡിയോയിൽ കണ്ടതല്ലേ? മേക്കപ്പ് നോക്കി പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. പക്ഷെ ആദ്യമായിട്ട് എന്റെ മുഖത്ത് ചെയ്യണം അല്ലേ? എന്തിനായിരിക്കും ഇത്? ആണോ? ഇട്ടോ, എന്തായാലും ഇട്ടോ. കണ്ണി കുത്തുന്നു. എന്ത് തീരുമാനിക്കും? നീ എന്നെ വികലാംഗയാക്കുമല്ലോ. നേരത്തെ മൂക്കി കൈയിട്ട് മാത്രം വേറെ കളർ. ഞാൻ ഏത് പോലെ ആവോ അതേപോലെ ചിരിക്കും തോന്നിട്ടിരുന്ന്. അതാണോ? നാട്ടോ പക്ഷേ ചെന്നായി അത് വെച്ചിട്ട് ഇടുന്നുണ്ടാ? കാണാൻ വയ്യ. ചന്ദനം മറ്റേ ഡാൻസ് ചെയ്യാൻ വരയ്ക്കുന്ന വരച്ചിട്ടേക്കാണ്. എന്തിനായിട്ടുണ്ടോ?
ഇടാൻ പോന്നെ? ഇത് കഴിഞ്ഞില്ലേ? അതിന് അടുത്തെന്താ? നേരെ ഇനി അടുത്തെന്താ? ലിബാം കൈ വെച്ച് ഞാൻ ഇത് ഇടണോ ഇപ്പൊ? ലാസ്റ്റ് ആണോ ഇത്? എന്തോ എന്തോ ഇത് ഇതെന്തോ ഇത് ഇടാൻ പോന്നെ? എവിടെ ഇടാനാ പോന്നെ? എവിടെ ഇടാനാ പോകുന്നത്? മുഖത്തെവിടെ? കണ്ണില്? ആ ഏത് മുഖത്തിടാവും? അതൊക്കെ നിന്റെ ഇഷ്ടം, ഞാൻ പറയില്ല. മുഖത്തിടാന്നാ? ഏത് കളർ ഇടാൻ പോകുന്ന? കണ്ണില് കണ്ണില് ഏത് കളർ ഇതിലിടാൻ പോകുന്ന? കണ്ണില് അതേതാ കളറ്? അല്ല നീ പറ, കാണുമ്പോ ഏത് കളറാ അത്? ആ ശരി, ചന്ദന കളറില് ഗ്ലിറ്റർ ഉള്ളതാട്ടോ ഇടാൻ പോകുന്നെ. നൈസ് സെലക്ട് ചെയ്തതാ കേട്ടോ. മനീഷ ഏതാണ് പടം വരയ്ക്കുന്ന കണക്കാണ്. എങ്ങനെയാണോ അതിന്റെ മനസ്സിൽ പടം വരയ്ക്കുന്ന പോലെയാണ് എപ്പൊ മുഖത്തിരുന്ന പോലെ ചെയ്യുന്നത് നിനക്ക് തോന്നണ? ചെറുതായിട്ടാ? കഴിഞ്ഞ ഇത്രയും വരെയുള്ള ലുക്ക് ഇതാണ്. ഇനി അടുത്തത് എന്താ? ഏത് എവിടെ ഇടാൻ പോകുന്ന? അവിടെ അവരടുത്ത് പറ എന്തോ ഇടാൻ പോകുന്ന? ഇത് പറ ഇന്ന കളറാണ് ഇടാൻ പോകുന്നത്. തൊട്ട് കാണിച്ചാൽ മതി. എവിടെ ഇടാൻ പോകുന്ന? ആ ഇട്. കഴിഞ്ഞോ? അടുത്തെന്തോ? ഏതന്നെ? ഇത് വായിക്ക്. ഇത് ഫൗണ്ടേഷൻ. എന്ത് പോലെ ഇപ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. നല്ല വീട്ടിലൊക്കെ നല്ല സുഖം. എന്ത് വരുന്നില്ല? അവിടെ ഇരിക്കുന്നു. ആ എന്തോ വരുന്നില്ലെന്ന്? ഇത് കടന്നു കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെക്കാനൊക്കെ. നിന്റെ മേക്കപ്പ് ഉണ്ട് ഇങ്ങനെ ആക്കാൻ പറയും.
വെറുതെ ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തു. കൈ കാണിച്ചു, മേക്കപ്പ് ചെയ്ത് കൈ കാണിച്ചു. പണിയെടുക്കല്ലേ, അത് കൈ കാണിച്ചു. കഴിഞ്ഞിട്ടേത് കുറഞ്ഞായില്ല. ശരി, കഴിഞ്ഞല്ല, ശരിക്കും കഴിഞ്ഞാ മതി. അങ്ങനെ ഇപ്പൊ എന്താ കളിക്കുന്നത്? കഴിഞ്ഞോ? കണ്ണടി നോക്കാത്തത് എന്താ അത്ര കാലം കോലാണോ? ലാസ്റ്റ് നോക്കിയാ മതിയോ? ലാസ്റ്റ് നോക്കാം. മേക്കപ്പ് എങ്ങനെയാണെന്ന് അറിയാലോ. വേണ്ട, ലാസ്റ്റ് നോക്കണം, റിയാക്ഷൻ കിട്ടും. അടുത്തെന്തോ എല്ലാം മാറ്റി ഇടുന്നു. ആരിട്ടു? അവർക്ക് ഭയങ്കര ഇഷ്ടം തുടങ്ങിയോ? വീണ്ടും നല്ല വീട്ടുകൂടെ എന്തോടാ? എവിടെ ഇടാൻ പോന്നെ? മുഖത്തേക്ക് എവിടെയാന്ന്? മുഖത്ത് ഇവിടെയും ഏതോടെ ഏത് കളർ ഇടാൻ പോന്നെ? തൊട്ടല്ലേ? അത് ഓക്കെ. കിട്ടിയത് കൂടെ എടുത്ത് ഇടാറുണ്ട് പരീക്ഷ. എന്തായാലും ഇത്ര പടം വരയ്ക്കുന്ന ഇയാള്. ഇതുവരെ ചെയ്തു വെച്ചതിന്റെ അഭിപ്രായം എന്താ? ഇതുവരെ ചെയ്തു വെച്ചതിന്റെ അഭിപ്രായം എന്താ? ചെയ്തോളൂ പറഞ്ഞ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ബാക്കി പന്തി എന്തിനാ ആദ്യം പെയിന്റടിക്കുന്ന മാതിരി അവിടെ ഇവിടെയൊക്കെ തോണ്ടിയിടുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? ഇട്ടോട്ടോ, ഞാൻ പറയുന്നില്ല. ഇനി കണ്ണടിക്കണോ? കൊള്ളാം, കൊള്ളാം എന്നാണ് അനീഷ് പറയുന്നത്. ഇനി ബാക്കി നോക്കാം. കഴിഞ്ഞില്ലേ? അടുത്തതെന്തോ? അടുത്തെന്തോ? ഇങ്ങോട്ടേക്കിടട്ടെ. അത് ബേബി ആയില്ല. ഇത് ബേബി ആയില്ല. നിങ്ങളാരും പറഞ്ഞേ എന്തോ ഇരിക്കുന്ന വായിക്ക്. ബേബി ക്രീം. ബേബി ക്രീം. ശരി, അതാണ് മൂന്നാമത്തത്. എന്നോടാണ് ചോദിക്കണേ? നിന്നോട് പഠിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഇതൊന്നും എടുക്കണില്ലേ? അങ്ങനൊന്നുമില്ല. ഇത് കൺസീലറാണ്, ഇത് ബേബി ക്രീമാണ്. അത് ഏത് വെച്ചിടാ? ഓ, അതൊക്കെ അറിയാം. ഇട്ടോ, പിടിക്കാൻ മാറ്റി ഇട്ടോളൂ. എന്താ നോക്കുന്നത്?
കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഇനി ഏതാടാ മൂന്ന് ഓക്കെ കാണിക്കും. ഇതെന്തോ ഈ സാധനത്തിൽ എന്തൊക്കെയുണ്ട് കൊറേ ക്രീമുണ്ട്. മണ്ണ് മതി വീട് എന്ത് തുറന്ന് നോക്കുന്ന തീരുമാനിക്കും. ഇതാണ് നമ്മുടെ പാലറ്റ്, കൺസീലർ പാലറ്റ്. ഇതിനകത്ത് മനീഷ് ഏത് കളർ ഇടണമെന്ന് ചൂസ് ചെയ്തോണ്ടിരിക്കുക. ഏത് കളർ വേണം? ഏത് കേട്ടോ? ഇതല്ലെങ്കിൽ ഇതെന്നാണ്. അതാണോ? അതിടാന്നാണ് മനീഷ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അതിടാം. വാ കേട്ടോ. എന്തോ നോക്കുന്ന നീയല്ലേ ഇട്ടത്? കഴിഞ്ഞോ? നീ ഇങ്ങനത്തെന്തോ അതിനകത്തുള്ള പൊടി അതെന്തോ എനിക്കെങ്ങനെ അറിയാം? നീ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ് മനീഷാണ്. പിങ്ക് കളർ അടിക്കുന്നു. നോക്കണ്ട. ഹലോ, അനിക്ക് ക്ഷീണിച്ചു മേക്കപ്പ് ഇട്ടിട്ട്. ഞാൻ തൊടാൻ പോന്ന ഞാൻ വരും. ആൾക്കാർ തുറന്നു നോക്ക്. അമ്മ ഇപ്പൊ പക്ക. ഞാൻ ലാസ്റ്റ് എങ്ങനെ എന്റെ മുഖം കാണാനായിട്ട് വിളിക്കാം. പുതിയ എഴുതിക്കോ. കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മനീഷ് ചെയ്യുന്നതുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനും മനീഷും കൂടെ അമ്മ മേക്കപ്പ് ചെയ്ത വീഡിയോ ആണ് അടുത്തത് വരാൻ പോകുന്നത്. ശരി സാർ. മേക്കപ്പ് ആർട്ടിസ്റ്റ് മനീഷ്. ഉമ്മ ചുമ്മാ അവനെ കൺഫ്യൂഷൻ ആക്കാതെ അവൻ എങ്ങനെയാ ചെയ്യട്ടെ. ഇങ്ങനല്ല ചെയ്ത് പഠിക്കുക. ചുമ്മാ ഇനി എന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ. എന്ത് ചെയ്ത അവസാനം ഭംഗിയായ പോരാന്നാണ് മനീഷിന്റെ ചോദ്യം. മനീഷിന്റെ എക്സ്പ്രഷൻ കണ്ടോ? എന്നിട്ട് എന്റെ മുഖത്ത് പടം വരയ്ക്കുക. ചുമ്മാ അതൊക്കെ ലാസ്റ്റ് അല്ലേ? അങ്ങനെ തുറന്ന് നോക്കങ്ങ്.
കുഞ്ഞു പിള്ളേരെ പെരുകഴിഞ്ഞ പോലെ ഉണ്ടാ ഉണ്ടെന്നാ നിന്റെ ഇഷ്ടം നിനക്ക് ഇഷ്ടമുള്ള നീ എന്നെ സുന്ദരിയാക്കുന്നാണ് പറഞ്ഞേക്കണത് ചിരിക്കുന്നത് എന്തിനാ മാറ്റാത് ഇവിടെ ഇപ്പൊ എന്താടാ മറ്റേ പറയുന്നു പണം വര മത്സരത്തിന് പറയുന്ന പേരെന്താ നീ സ്കൂളിലൊക്കെ ഇങ്ങനെ പറയില്ലേ അടുത്തതായി നടക്കാൻ പോകുന്നത് വാട്ടർ കളർ അങ്ങനെ എന്തൊക്കെയോ പറയില്ലേ അതിലിത് ഏത് കാറ്റഗറിയാ വരുന്നത് ഇപ്പൊ കൊള്ളാം എന്നാണ് മനീഷ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയുണ്ട് ശരി സോറി കേട്ടോ ഞാൻ ഇടണോ അടുത്ത നമ്മൾ ലിപ് ബാം ഇടാൻ പോകും അല്ല ഇത് തിരികെത്തില്ലേ എനിക്ക് നിന്റെ ഇഷ്ടം ആ ശരി അങ്ങനെ ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഇതൊക്കെയാണോ അടുത്തത് എന്താ ആദ്യം ഇതാണ് ഉടനെ അതാ കണ്ണെഴുതാ ചെയ്യണം അതേതായിരുന്നു ഇത്ര സാധനം ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാനില്ല എന്താണ് കണ്ണെഴുതുന്നത് കണ്ണെഴുതാ തിരികെ പിന്നെ ഞാൻ പറയണോ നിന്നോട് ഇതെടുത്താണ് മനീഷ് കണ്ണെഴുതാനായിട്ട് പോയത് ഈ മസ്കാര അടി എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞ് വന്നേക്കോ അവൻ പിന്നെ ഭയങ്കരമായിട്ട് വായിക്കുന്നു ഇങ്ങോട്ട് തിരിച്ചരിഞ്ഞിരിക്കണം ഇതാണ് മനീഷിന് ഏറ്റവും ടഫ് എന്ന് മനീഷ് പറയുന്നത് അല്ലേ സിമ്പിൾ ആയിട്ട് അങ്ങനെ എഴുതും ഞാൻ ശരിയാണോ കട്ടയാക്കരുത് അയ്യോ കയ്യാതെ ഇറങ്ങിയത് എന്താടാ പാലിട്ട് എഴുതണണ്ട ഞാൻ എഴുതാറില്ലേ അതേപോലെ കഴിഞ്ഞിരിക്കാം നമ്മുടെ കണ്ണെഴുതാൻ കൊള്ളാവോ കൊള്ളാവോ നമുക്ക് ഒക്കാച്ചിയാക്കോ തോന്നുന്നുണ്ട്
എനിക്ക് ഇവന്റെ ഒരു പ്രതീക്ഷയുള്ളത് എന്താ ശിവൻ നല്ലോണം പടം വരയ്ക്കും. ആ ഒരു കഴിവ് വെച്ച് എനിക്ക് തന്റെ പോലെ മേക്കപ്പ് ഇട്ട് തരുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഹോട്ടലിൽ കഴിഞ്ഞോ? അടുത്തെന്താ? ഏതാ? നമസ്കാരം. അയ്യാളാ വേറെ കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന മാർസിന്റെ മസ്കാരയാണ്. അപ്പൊ ഇതിലെന്തുണ്ട്? എന്ത് സാധനം? രണ്ടാമത്തെ ലെയറിന് എന്താ വ്യത്യാസം? എന്റെ മുഖം അങ്ങനെ ഇരിക്കണ അതെങ്ങനെ വന്ന്? ഏത് ഏതാ പറ? ഇതാണോ 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 ഏതാ ഇടാൻ പോന്നെ? നീ ഇതെടുത്ത് കഴിച്ചു ഗ്ലോവും ലിപ്സ്റ്റിക്കാ. ഏത് ലിപ്സ്റ്റിക്കാ? നമ്മുടെ നമ്മുടെ 1 2 3 ബാക്കിയുടെ 4 ഓപ്ഷൻസ് ആണ് നമ്മളിന്ന് മനീഷിന് കൊടുക്കുന്നത്. ഇന്ന് ഏതോ സെലക്ട് ചെയ്യുന്നത്? ഇനി ഇതിലേതോ സെലക്ട് ചെയ്യുന്നത്? ലിപ്സ്റ്റിക് ആവുക മണക്കുന്ന ചോക്ലേറ്റ് മണമില്ലേ? എനിക്ക് ഇക്കിളിയാണ്. എനിക്ക് ഇതുവരെ വേറെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇക്കിളും ചിരിക്കല്ലേ ഇവിടെ ചിരിക്കുന്നു. ചിരിച്ചു പോയി. തുടക്കി എവിടെ പുറത്തു എവിടെയാ? ചിരിക്കാ ചിരി വരെ ഇക്കളാകുമ്പോ പിന്നെ ചിരിക്കില്ലേ? ബാഗ് ഇടണ്ട. ചിരിയോ ഞായോ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ആക്കി അപ്പൊ കുഴപ്പമില്ലല്ലേ? സ്വന്തമായിട്ടാകുമല്ലേ? അതെയോ? ഇത് കഴിഞ്ഞാ? ഇനി അടുത്തെന്തോ? മുടിയാ? മുഖത്തെല്ലാം കഴിഞ്ഞ? അപ്പൊ എന്തോ ഉണ്ടാ? ഉണ്ടാ? നോക്ക് എല്ലാം ഉപയോഗിച്ചൊന്ന്. എത്ര സാധനങ്ങളുണ്ട് ഇവിടെ ഇതെല്ലാം ഉപയോഗിച്ച. ഒരു പൊട്ടെടുക്കാനുള്ള സാഹസികതയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൈ ഇതെന്താ നിക്കറണ്ട പൊട്ടൂത്ത്. ഒറ്റ വട്ടം ഇരുന്ന്. ഓക്കെ, സക്സസ്. എങ്ങനെയുണ്ട് എന്റെ കാണാൻ? നിങ്ങൾ തന്നെ പറ. ഇനി അലമുണ്ടാ ഇങ്ങനെ മേക്കപ്പ് ചെയ്തേ കഴിയോ? നിന്റെ മേക്കപ്പ് ചെയ്തിട്ട് ഇത് ലാസ്റ്റ് ടച്ചപ്പാണ്. നാളെ ഫൈനൽ ലുക്ക് മനീഷിന്റെ മേക്കപ്പിന്. ഇത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഏതിനകത്ത് നോക്കാം കണ്ണാടികളൊക്കെ. ആക്കാൻ മാട്ടെ. എന്താ കണ്ണെഴുതി സൂപ്പർ ആയിട്ടില്ലേ? പൂരിക ഇച്ചിരി കുഞ്ഞു പിള്ളേരെ പോലെ ഉണ്ടെങ്കിലും വലിയ അപാകതയൊന്നും ഇല്ല. എങ്ങനെയുണ്ട്? ലിപ്സ്റ്റിക്കും
കണ്ണെഴുതി നല്ല ഇഷ്ടായി. മനീഷ് പടം വരയ്ക്കുന്നോണ്ടാണ് ഇത്ര ഭംഗിയിൽ കണ്ണെഴുതിയേക്കുന്നത്. ഇങ്ങോട്ട് നീരി കൊള്ളാം, കൊള്ളാല്ലേ? എനിക്കിഷ്ടായി. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഞാൻ വെള്ള പോലെ ഇരിക്കണ്ട. എന്താ അത് ഈ കളറ് കറക്റ്റ് അല്ല സെലക്ട് ചെയ്തത്. മുഖത്തിടുന്നത് ഏതായിരുന്നു? മുഖത്തിടുന്നത് ഈ കളറാ. ഈ 2 കളർ മിക്സ് ചെയ്തിട്ടായിരുന്നു. അത് പറയണ്ടേ? ഞാൻ പറയണോ? ഇതൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നോക്കണം. കൊള്ളാം, എനിക്ക് ഇഷ്ടായി. കണ്ണെഴുതിയത് പുരിക എഴുതിയത് കറുത്ത് പോയതേ ഉള്ളു. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ മനീഷിന്റെ ആദ്യത്തെ വട്ടത്തെ മേക്കപ്പാന്ന് പറയും. നിങ്ങൾ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മനീഷിന്റെ ഫൈനൽ ലുക്ക്. അതായത് മനീഷ് ആദ്യമായിട്ടാണ് മേക്കപ്പ് ചെയ്യണം അല്ലേ? എങ്ങനെയാണ് ഇതിന്റെ ആദ്യത്തെ പ്രാവശ്യത്തെ മേക്കപ്പ് എക്സ്പീരിയൻസ്? നല്ല പടം മേക്കപ്പ് ചെയ്യാൻ എങ്ങനത്തെ കഷ്ടപ്പാടാണ് താങ്കൾ ഫേസ് ചെയ്തത്? ഐലൈനർ ആണ് ഏറ്റവും ബുദ്ധിമുട്ട്. പക്ഷെ അതവൻ നന്നായിട്ട് എഴുതിയിട്ടാ. പിന്നെ ഏതാ ബുദ്ധിമുട്ടായിട്ട് തോന്നിയ? എനിക്ക് തോന്നിയത് ഇടാൻ കൺസീലർ ഇടാൻ. പിന്നെ എളുപ്പമായിരുന്നോ? വലിയ കുഴപ്പമില്ല അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ അല്ലെ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെ വരാം. അതുവരെ എന്റെ മനീഷിന്റെ മേക്കപ്പ് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. കൊള്ളാം. നീ ഒരുങ്ങുന്നതിനെ കട്ടിക്കൊള്ളാം. ചുമ്മാ ഭംഗിയില്ലാന്നാണോ അവളത്? സത്യം ഏതാ ഏറ്റവും ഇഷ്ടായത് വരച്ചതില് ചെയ്തതില്? കണ്ണു വരച്ചത് കൊള്ളാം. ഞാനും പറഞ്ഞു. പക്ഷെ ആദ്യമായിട്ട് വരയ്ക്കാന്ന് പറഞ്ഞില്ലല്ലോ. അതാവും പടം വരയ്ക്കുന്നോണ്ട് ഇത്ര ഭംഗിയിൽ വരച്ചേക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ അമ്മയെ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ. ഞാനും മനീഷും കൂടെ അമ്മയായിരുന്നു മേക്കപ്പ് ചെയ്യും അല്ലേ? അപ്പൊ കണ്ടു കഴിഞ്ഞാലും ഇഷ്ടമായത്. അപ്പൊ അത്രേ ഉള്ളൂ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.